ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. നമ്മുടെ ഗുരുവായൂരപ്പന് അത്താഴപൂജയും ശിവേലിയും ഒക്കെ കഴിഞ്ഞിട്ട് നട അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പൂജയുണ്ട്, തൃപ്പുക എന്ന് പറയും. ഈ പൂജയുടെ സമയത്താണ് ഗുരുവായൂരപ്പന് അഷ്ടഗന്ധങ്ങൾ കൊണ്ട് പുകയ്ക്കുന്നത്. അതിനുശേഷം ഈ തൃപ്പുകയുടെ പ്രസാദവും എല്ലാ ഭക്തജനങ്ങൾക്കും കിട്ടുന്നതാണ്. തൃപ്പുകയുടെ പ്രസാദം എന്താണെന്ന് വെച്ചാല് ഭഗവാൻ ഗുരുവായൂരപ്പന് രാവിലെ മുതൽ രാത്രി വരെ പൂജ ചെയ്യുമ്പോൾ ഭഗവാന്റെ മുഖത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആ കൊടിവിളക്കിലെ ഒരു തുള്ളി നെയ്യാണ് ആ സമയത്ത് അവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഈ തൃപ്പുകയുടെ പ്രസാദമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ തൃപ്പുക എന്തിനാണ് നടത്തുന്നതെന്ന് വെച്ചാല് ഭക്തന്മാരുടെ എല്ലാ പ്രാർത്ഥനകളും പരാതികളും എല്ലാം കേട്ടതിന് ശേഷം ഭഗവാൻ അതീവ ക്ഷീണിതനായിട്ടിരിക്കുമ്പോൾ ആ ഭഗവാന്റെ ആ ക്ഷീണം മാറ്റാനും ആ ഭഗവാനെ ഉറക്കാനും ആയിട്ട് നടത്തുന്ന ഒരു പൂജയാണ് ഈ തൃപ്പുക എന്നാണ് പറയുന്നത്. പിന്നീട് ഭഗവാന് കണ്ണ് കിട്ടാതിരിക്കാനാണ് തൃപ്പുക നടത്തുന്നത് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഈ തൃപ്പുകയുടെ പിന്നിലുള്ള കഥ എന്താന്ന് വെച്ചാല് അത് വില്ലുമംഗലം ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള വില്ലുമംഗല സ്വാമിയാരായിട്ടാണ് ആ കഥയ്ക്ക് ബന്ധമുള്ളത്. അതായത് വില്ലുമംഗല സ്വാമിയാര് ഒരിക്കലും ഇതുപോലെ എല്ലാം കഴിഞ്ഞ് രാത്രി ഭഗവാനെ തൊഴാനായി വന്ന സമയത്ത് സാധാരണ അദ്ദേഹത്തിന് ആ സന്തോഷത്തോടു കൂടി ആ ചൈതന്യം ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് ആ സർവാഭരണ വിഭൂഷിതനായിട്ട് ആ സന്തോഷത്തോടെ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ഗുരുവായൂരപ്പനെയാണ് കാണാൻ സാധിക്കാറുള്ളത്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് ആകെ ക്ഷീണിതനായിട്ട് ആ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ച് ആകെ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഗുരുവായൂരപ്പനെയാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിനാകെ വിഷമാവും ഗുരുവായൂരപ്പനെ ആ ഒരു രീതിയിൽ കാണുമ്പോൾ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാല് ഇദ്ദേഹം ഇങ്ങനെ അഷ്ടഗന്ധങ്ങൾ കൊണ്ട് ആ ഭഗവാന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഇങ്ങനെ തൃപ്പുക ഭഗവാനെ ആ തൃപ്പുക വച്ച് പുകയ്ക്കാമെന്ന് തീരുമാനിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ തൃപ്പുക എന്നുള്ള ചടങ്ങ് വരുന്നത്. ആ സമയത്ത് ആ തൃപ്പുകയുടെ ആ ചടങ്ങിന്റെ ആ പൂജയുടെ സമയത്ത് ആ ക്ഷേത്രം അന്തരീക്ഷം മുഴുവനും നല്ല സുഗന്ധമായിരിക്കും എന്നാണ് പറയുക. ആകെ ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും ആ സമയത്ത് എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ ആ ഭഗവാന്റെ ക്ഷീണം മാറ്റാനും ഭഗവാനെ പെട്ടെന്ന് ഉറക്കാനും ആയിട്ട് ആണ് വില്ലുമംഗല സ്വാമിയാര് ഈ പൂജ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം എല്ലാ ദിവസവും ഗുരുവായൂർ അമ്പലത്തില് തൃപ്പുക എന്ന ചടങ്ങ് നടക്കും. അപ്പോൾ ഇനി ഗുരുവായൂർ അമ്പലത്തില് പോകുന്ന സമയത്ത് 9:45 10 മണി ആ തൃപ്പുക നടക്കുന്ന ആ ഒരു സമയത്ത് ക്ഷേത്രത്തിലുണ്ടെങ്കിൽ ആ തൃപ്പുകയുടെ ആ പ്രസാദം കൂടി കിട്ടാനായി ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു.